ഹായ്, എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാനെടുത്തെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാനേതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല കാര്യം. എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ടും അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ ഒരാവശ്യം പറഞ്ഞിട്ട് പോയി. എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സത്യം തരാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങളൊരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് കുറേ നേർച്ച വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടിൽ 9.5 പവൻ ഉണ്ടതുപോലെ എനിക്ക് കയ്യിലായിരുന്നു. എൻ്റെ ഒരിടത്തിൽ ഐഷ പോയി ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമല്ലോ. ആരും നോക്കുമെത്ത് ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ടെങ്ങനെ എൻ്റെ സത്യം തെളിയണം? എത്ര ദിവസം എത്ര നിമിഷം എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അവരൊന്നെ നാണം കെടുത്തി വെച്ചെന്നെ സത്യം തെളിയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ ഞാനെന്ത് തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.